ഇരുട്ട് 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 തോറ്റുപോയതാ. വെളിച്ചം 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 തോറ്റുപോയതാ. മരണം തോറ്റുപോയതാ. അവസാനം ഞാൻ വിജയിച്ചിരിക്കുന്നു. നിന്നെ ലോകം രക്ഷകനെന്ന് വിളിച്ചു. പക്ഷേ ഇപ്പോൾ നോക്കൂ, നീ ഒരു കല്ലറയ്ക്ക് ഉള്ളിൽ കിടക്കുന്നു. നിന്റെ ശിഷ്യന്മാർ ഭയന്നിരിക്കുന്നു. നിന്റെ അനുയായികൾ ഒളിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇരുട്ടാണ് ജയിച്ചത്. അവൻ മരണം ജയിച്ചു. ഞാൻ ജയിച്ചു. ഇത് നിന്റെ വിജയമല്ല, ഇത് ആരംഭം മാത്രമാണ്. നീ മനുഷ്യരെ പാപത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഞാൻ മനുഷ്യരെ രക്ഷിക്കാൻ വന്നിരിക്കുന്നു. ഈ കലഹ എന്റെ അവസാനമല്ല, ഇത് എന്റെ വിജയത്തിന്റെ ആരംഭമാണ്. അസാധ്യം. മരണം നിന്നെ കീഴ്പ്പെടുത്തി. ഇനി ഇനി നിനക്ക് രക്ഷയില്ല. മരണം എന്നെ കീഴ്പ്പെടുത്തില്ല. ഞാൻ മരണത്തെ ജയിക്കാൻ വേണ്ടിയിരിക്കുന്നു. 3-ാം ദിവസം ഈ കലർ ശൂന്യമായിരിക്കും. ഇരുട്ട് തോൽക്കും, വെളിച്ചം ജയിക്കും. ഇല്ല ഇല്ല, ഇത് നടക്കില്ല. അഭിമാനം പറഞ്ഞപ്പോൾ വെളിച്ചം നിശബ്ദമായി വിജയം തയ്യാറാക്കി. 3-ാം ദിവസം ലോകം ഒരിക്കലും നടക്കാത്ത ഒരു അത്ഭുതം നടക്കാനിരിക്കുകയാണ്. സൂക്ഷിച്ചു നോക്കണം. ഈ കലറ സാധാരണ കലറയല്ല. അവരൊരു സാധാരണ മനുഷ്യനുമല്ല. പിലാത്തോസ് പറഞ്ഞത് കേട്ടില്ലേ? ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു അത്രേ. മരിച്ച മനുഷ്യൻ ജീവിക്കുമെന്ന് അതൊരിക്കലും നടക്കില്ല. എങ്കിലും ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്കൊരു ഭയം തോന്നുന്നു. അവൻ മരിക്കുമ്പോൾ പോയി ഉറച്ചില്ലേ? ആകാശം ഇരുണ്ടില്ലേ? ഇത് ഒരു സാധാരണ മനുഷ്യന്റെ മരണമല്ല. ഭയപ്പെടേണ്ട. ഈ വിലകൾ ആര് മാറ്റാനാ? ഞാനുണ്ട് ഇവിടെ. ആരും ഈ കല്ലറ തുറക്കില്ല.
രക്ഷയ്ക്കായി ഞാൻ എൻ്റെ ജീവൻ നൽകി. പക്ഷേ മരണത്തെ നിങ്ങൾ തടുക്കാനില്ല. കല്ലറയ്ക്ക് എന്നെ പിടിച്ചിടാനില്ല. കാരണം ഞാൻ ജീവന്റെ കർത്താവാണ്. ഞാൻ മരണത്തെ ജയിച്ചവനാണ്. നിങ്ങൾ ഭയപ്പെടില്ല, നിരാശപ്പെടില്ല. ഒരു പുത്രവനായാലും വെളിച്ചമകൻ ജയിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും വേദനകളും വരാം, കണ്ണീരും നിരാശയും വരാം. പക്ഷെ ഓർക്കുക, ഞാൻ നിങ്ങളോടുണ്ട് എപ്പോഴും എല്ലായ്പ്പോഴും. സ്നേഹിക്കുക, ക്ഷമിക്കുക, സത്യത്തിൽ നോക്കുക. എന്റെ സമാധാനം